തൃശൂർ DCCയിലേക്ക് പോവുകയാണ്. കനത്ത പോലീസ് സുരക്ഷയിൽ അവിടെ യോഗം ചേരുന്നു. DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ രാജി പ്രഖ്യാപിച്ചേക്കും. സജീവൻ കുര്യച്ചിറ ഉൾപ്പെടുന്ന മറുവിഭാഗത്തിനെതിരെയും നടപടി വേണമെന്നും യോഗത്തിൽ ആവശ്യമുണ്ട്. ജോസിനെ അനുകൂലിക്കുന്നവരുടെ യോഗവും അല്പസമയത്തിനകം DCC ഓഫീസിൽ നടക്കും. ജെയ്സൺ ചാമോളപ്പിൽ തൃശൂരിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ജെയ്സൺ, അവിടെ മുതിർന്ന നേതാക്കളൊക്കെ എത്തിയോ? യോഗം തുടങ്ങിയിട്ടുണ്ടോ? ആദ്യം കെ മുരളീധരന്റെ തോൽവിയിൽ ഞെട്ടലിലായിരുന്നു പാർട്ടി. അതിനു പിന്നാലെ പരസ്യമായി മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിലുണ്ടായ തമ്മിൽ തല്ലിൽ നാണക്കേടിലുമായി ഇപ്പോൾ കടുത്ത നടപടി വന്നതിന് പിന്നാലെ നടുക്കടലിലുമായിരിക്കുകയാണ്. എന്താണ് തുടർ നീക്കങ്ങൾ? വിനീത, അല്പസമയത്തിനകം തന്നെ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളുടെ യോഗം ചേരും. അതോടൊപ്പം തന്നെ ആ യോഗത്തിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജി പ്രഖ്യാപിക്കും. അക്കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതിനു മുന്നോടിയായി അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരെല്ലാം ഇപ്പോൾ DCC ഓഫീസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ജോസ് അനുകൂലികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ DCC ഭാരവാഹികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. DCC ഭാരവാഹികളുടെ യോഗവും അതോടൊപ്പം ജോസിനെ അനുകൂലിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയും ഇന്ന് DCC ഓഫീസിൽ വെച്ച് ചേരുന്നുണ്ട്. ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ജോസ് വള്ളൂരും അതുപോലെ തന്നെ MP വിൻസെന്റും സ്ഥാനം ഒഴിയുന്നത്. അല്ലാത്ത പക്ഷം തൃശ്ശൂരിലെ കോൺഗ്രസ് മുന്നോട്ട് പോകാൻ കഴിയാത്ത അത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേർന്നു. വരുന്ന ഉപതെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അതോടൊപ്പം തന്നെ സംഘടനാ സംവിധാനം സമ്പൂർണ്ണമായും തകർന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. DCC ഓഫീസിനകത്ത് കൂട്ടത്തല്ല് നടക്കുന്നു. ഇത്തരത്തിൽ ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ കോൺഗ്രസിന്റെ അവസ്ഥ മോശമായ സാഹചര്യത്തിലാണ് ദേശീയ നേതൃത്വം ഇടപെടുന്നത്. അത്തരത്തിൽ ഒരു DCC ഭാരവാഹികൾ ദൃശ്യമാധ്യമങ്ങളോട് പറയുന്നത് നിങ്ങൾ അകത്തേക്ക് കയറേണ്ട എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇപ്പോൾ തള്ളല്ലേ, ഞങ്ങൾ പൊക്കോളാം നിങ്ങൾ ഇതിനെ തള്ളുന്നേ. ഞങ്ങൾ തള്ളേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ ഞങ്ങൾ പോവല്ലേ അങ്ങോട്ട്. നിങ്ങൾ എന്തിനാ തള്ളുന്നത്? ഞങ്ങളിവിടെ തല്ലൊന്നും ഉണ്ടാക്കാൻ വന്നവരല്ലോ. അതാണ് സ്ഥിതി ഇപ്പോൾ. അതായത് ഈ DCC ഓഫീസിൻ്റെ ഇറങ്ങിക്കൊണ്ട് DCC ഓഫീസിനകത്ത് കൂട്ടത്തല്ല് നടന്നിരുന്ന നേരത്തെ അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോയി. ആ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദേശീയ നേതൃത്വം അവസാന ഘട്ടത്തിൽ ഇടപെടേണ്ടി വന്നു. ഇത്തരത്തിൽ ഇപ്പോൾ UDF ചെയർമാനെയും അതുപോലെ തന്നെ DCC പ്രസിഡന്റിനെയും മാറ്റി നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. പകരം ശ്രീകണ്ഠനെ, അതായത് പാലക്കാട് നിന്നുള്ള MP ശ്രീകണ്ഠനെ ചുമതല ഏൽപ്പിക്കുകയാണ്. അത്തരത്തിൽ കടുത്ത നടപടിയിലേക്ക് ദേശീയ നേതൃത്വം പോയിരിക്കുന്നു. ഇപ്പോൾ ജോസിനെ അനുകൂലിക്കുന്നവർ എത്തിച്ചേർന്നിട്ടുണ്ട്. DCC ഭാരവാഹികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. DCC ഭാരവാഹികളുടെ യോഗത്തിൽ ജോസ് വള്ളൂർ തൻ്റെ രാജി പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെ MP വിൻസെന്റിനെയും മാറ്റാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ജോസ് വള്ളൂർ ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം യോഗം ആരംഭിക്കും. വിനീത, ശരി. ഏതായാലും ജെയ്സണാണ് വിവരം നൽകിയത്. തമ്മിൽ തല്ലിയത് പോരാഞ്ഞിട്ട് അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരോട് മരിച്ചു തീർക്കുകയാണെന്നാണ് സംശയം. ജെയ്സനെ തള്ളി മാറ്റുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടു. ഏതായാലും യോഗം അല്പസമയത്തിനകം തന്നെ തുടങ്ങും. ജോസ് വള്ളൂർ രാജി പ്രഖ്യാപിക്കും. മറുവിഭാഗത്തിനെതിരെയും നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ജെയ്സൺ ചാമോളപ്പിൽ തൃശൂർ DCC ഓഫീസിൽ നിന്നും കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. അവിടെ എന്താണ് തുടർ നീക്കങ്ങൾ എന്നത് നമുക്ക് വരും സമയത്തും പരിശോധിക്കേണ്ടത്. നമ്മളിനി ദില്ലിയിലേക്ക്